നമസ്കാരം, ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു പുഡിങ്ങാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയ ഒരു പുഡിങ്. ബൂസ്റ്റ് കൊണ്ടാണ് ഞാനിതൊന്ന് തയ്യാറാക്കുന്നത്. ഞാനിതൊരു നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുമല്ലോ, 5 രൂപയുടെ പാക്കറ്റ്, അതുപോലുള്ള ബൂസ്റ്റിൻ്റെ പാക്കറ്റ് മേടിച്ചാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ പറഞ്ഞല്ലോ, ബൂസ്റ്റിൻ്റെ പാക്കറ്റ് 5 രൂപയുടെ 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. 1/2 ലിറ്റർ പാല്, 1/2 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് മിൽക്ക് മെയ്ഡ്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 10 ഗ്രാമിൻ്റെ ചൈന ഗ്രാസ് വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 15 മിനിറ്റ് ഇതൊന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം വേണം അലിയിച്ചെടുക്കാനായിട്ട്. അതിലേക്ക് ഞാനിവിടെ 1 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് അലിയിച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ പാലിലേക്ക് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാൻ 2 പാക്കറ്റ് ബൂസ്റ്റ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞു. കൂടുതൽ വേണം എന്നുള്ളവർക്ക് 1 പാക്കറ്റ് കൂടെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പക്ഷേ 2 പാക്കറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. 1/2 ലിറ്റർ പാലിൽ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ പാലിലേക്ക് ഇത് ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർത്ത ശേഷം പിന്നെ നമുക്കിതിലേക്ക് എടുത്ത് വച്ചിരുന്ന പഞ്ചസാര, ഞാനൊരു 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ആ പഞ്ചസാര, പിന്നെ 1/4 കപ്പ് മിൽക്ക് മെയ്ഡ്, ഇത് രണ്ടും ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കുക. ആ മിൽക്ക് മെയ്ഡൊക്കെ പാലിൽ നല്ലവണ്ണം ചേർന്ന് കിട്ടുന്ന രീതിയിൽ കുറച്ചൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഞാനിതിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമുക്ക് 1 ടേബിൾ സ്പൂണോളം വെണ്ണ കൂടെ വേണം. ഇത് ഞാൻ അൺസോൾട്ടഡ് വെണ്ണയാണ്. ഇതുകൂടെ നമുക്കിതിലേക്ക് ഇട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കാം. ഇപ്പോൾ ഞാൻ അടുപ്പിൽ വെച്ചിട്ടില്ല ഇത്. ഇനി നമുക്ക് സ്റ്റവ് ഓണാക്കി നമുക്കതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ടാൽ മതിയാവും. കൈവിടാതെ ഇളക്കി കൊടുക്കണം, അടുക്കി പിടിക്കരുത്. ഒത്തിരി അങ്ങ് വെട്ടി തിളയ്ക്കേണ്ട ആവശ്യമില്ല. നല്ലവണ്ണം ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയാവും. ആ വെണ്ണയെല്ലാം ഒന്ന് ഉരുകി അതിലേക്ക് ചേർന്ന് പഞ്ചസാരയെല്ലാം അലിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിതിലേക്ക് ചേർക്കാനുള്ള ചൈന ഗ്രാസ് 15 മിനിറ്റോളം ഒന്ന് കുതിരാനായിട്ട് വെച്ചിരുന്നല്ലോ, അതിപ്പോൾ ഞാനൊന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തൊന്ന് അലിയിച്ചെടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ അത് അലിഞ്ഞ് കിട്ടും. ഇത് നമുക്ക് അലിഞ്ഞ് കിട്ടിയതിന് ശേഷം ഒന്ന് അരിച്ച് വേണം ഇതിലേക്ക് ചേർക്കാൻ, ഈ പാലിലേക്ക് ചേർക്കാനായിട്ട്. അപ്പോൾ ചൈന ഗ്രാസ് നല്ലവണ്ണം ഒന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇവിടെ പാലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലവണ്ണം ചൂടായി കഴിഞ്ഞു. നമുക്ക് ഈ പാലിലേക്ക് നേരിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല ചൂടുള്ളപ്പോൾ ഒഴിച്ചു കൊടുക്കരുത്. ചിലപ്പോൾ ഒന്ന് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വയ്ക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഓഫാക്കിയിട്ട് ഒഴിച്ചാലും മതിയാവും. പിന്നെ വീണ്ടും നമ്മളൊന്ന് തീ കത്തിച്ച് കൊടുത്താൽ മതിയല്ലോ. ഇപ്പോൾ ഞാൻ ആ ചൈന ഗ്രാസ് ഒന്ന് അരിച്ചെടുക്കുകയാണ്. ഇത് നല്ലവണ്ണം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഞാനിവിടെ ഫ്ലെയിം ഓഫാക്കിയിട്ടാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. വീണ്ടും ഒന്നുകൂടെ ഒന്ന് കത്തിക്കുന്നതേ ഉള്ളൂ. ഞാൻ ഇത് അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ആ ചൈന ഗ്രാസ് നമ്മൾ അരിച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് സ്റ്റവ് ഒന്ന് ഓണാക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊള്ളുക. ഇതും വെട്ടിത്തിളയ്ക്കേണ്ട ആവശ്യമില്ല. നല്ലവണ്ണം ചൂടായി കിട്ടിയാൽ മതിയാകും. ഒരു 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും. കൈവിടാതെ ഇളക്കുക. അടി പിടിക്കരുത്, പെട്ടെന്ന് അടിക്ക് പിടിച്ചു പോവും. പിന്നെ നമുക്കിത് നമ്മൾ കസ്റ്റേർഡൊക്കെ തയ്യാറാക്കുന്ന പോലെ അത്രയും കട്ടിക്ക് വേണ്ട, ഒന്ന് കുറുകി വന്നാൽ മതിയാവും. അതുകൊണ്ട് ഒരു 2-3 മിനിറ്റോളം മതിയാവും നമുക്കിതൊന്ന് കട്ടിയായിട്ടൊന്ന് വരാനായിട്ട്. അതുവരെ ഒന്ന് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നമുക്കിതിങ്ങനെ സ്പൂണിൽ എടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ആ കട്ടിയായി വരുന്നത്. സ്പൂണിൽ നല്ല പിടിച്ച് വരും അല്പം കട്ടിയായിട്ട് വരുന്ന സമയത്ത്. ആ സമയം നമുക്കിത് സ്വിച്ച് ഓഫ് ചെയ്ത് വേറെ പ്ലേറ്റിലും കപ്പിലൊക്കെ മാറ്റാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് സ്വിച്ച് ഓഫ് ചെയ്യുകയാണ്. നല്ലവണ്ണം ചൂടായി കഴിഞ്ഞു. ഓഫ് ചെയ്ത് ഞാൻ 2 ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നോക്കൂ, നിങ്ങൾ ഒഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു കട്ടി നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ഒരു പരുവം മതിയാകും. നമുക്ക് ഞാനിത് 2 ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കി വരുന്നത് വേറൊരു ബൗളിലും കൂടെ ഒഴിക്കുന്നുണ്ട്. ഇത് നമുക്ക് അല്പം തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് വേണം എടുക്കാനായിട്ട്. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചൊരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിരുന്നിട്ട് എടുത്തതാണ്. ഇപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 1 ബൗളിലും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. 3 ബൗളിലേക്ക് ഉണ്ടായിരുന്നത്. 1 ബൗളിലുള്ളതിലേക്ക് ഞാൻ അല്പം ബൂസ്റ്റിൻ്റെ പൊടി തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സോ ബദാമോ ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ബൂസ്റ്റിൻ്റെ ആ ഒരു പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് 1 ബൗളിലേക്ക് മാത്രമേ ചേർക്കുന്നുള്ളൂ. 1 ബൗളിലുള്ളത് നമുക്കൊന്ന്
ഒരു പ്ലേറ്റിലേക്ക് തിരിച്ചിട്ടൊന്ന് എടുത്ത് നോക്കാം. ഇതുപോലെ ഒന്ന് വെച്ച് മറിച്ചിട്ടതിന് ശേഷം പതിയെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇങ്ങനെ ഇളകി വരും നല്ലപോലെ. കണ്ടോ, നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബൂസ്റ്റ് കൊണ്ടുള്ള പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റി ആൻഡ് റെഡി ആയിട്ട് എൻ്റെ കൊച്ചുമകളുമുണ്ട്. വളരെ ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റുമാണ്. മിൽക്ക് മെയ്ഡൊക്കെ ചേർന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണിത്. അപ്പോൾ നിങ്ങളും ബൂസ്റ്റ് കൊണ്ടുള്ള ഈ പുഡിംഗ് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായി ഉടനെ തന്നെ കാണാം.